ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്നൊരു റീസെറ്റിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ വെക്കേഷന് പോകുന്ന സമയത്ത് ഈ ഡെക്കർ പ്ലാൻസ് എല്ലാം നമ്മളെടുത്ത് അകത്ത് വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരിച്ച് വന്നു കഴിഞ്ഞ് ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടുപേരുടെയും സ്കൂളും പിന്നെ ജോലിയും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല ബിസി ആയിരുന്നു. പോകുന്ന സമയത്ത് ഇതുപോലെ ഡ്രോയേഴ്സിലോ അല്ലെങ്കിൽ ബോക്സസിലോ ആക്കിയിട്ടാണ് ഞാൻ വെക്കാറ്. അല്ലെങ്കിൽ തിരിച്ച് വരുന്ന സമയത്ത് അതൊരു വലിയ പണിയായിരിക്കും കേട്ടോ. അതിൽ ഓരോന്നിൻ്റെയും പൊടി തട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു പണിയായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കാമെന്ന്. കാരണം സാധാരണ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ലിങ്ക്സ് കുറേ പേരൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് എടുത്ത് അയക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഈ ഫ്ലവർ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഇത് ഒരു 200 and something ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. പിന്നെ ഇത് ഞാൻ റീസെൻ്റ് ആയിട്ട് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതും മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇതൊരു സെറ്റ് ഐക്കിയെന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ 3 കളേഴ്സ് വരുന്നൊരു സെറ്റായിട്ടാണ് ഉണ്ടായിരുന്നത്. ഒന്ന് പിങ്ക്, ഒന്ന് ഇതുപോലെ റെഡും, പിന്നൊന്ന് വൈറ്റ് കളറിലാണ് വരുന്നത്. അപ്പോൾ ഇത് 3 കേട്ടോ ഒരു സെറ്റ്. ഇതിന് നല്ല റീസണബിൾ പ്രൈസിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതും ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. 200 and something ആണെന്ന് തോന്നുന്നു പ്രൈസ്. പിന്നെ ഇത് തുലിപ്പിൻ്റെ 5 ഫ്ലവർ വരുന്നൊരു സെറ്റാണ്. പിൻട്രസ്റ്റിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ഐക്കിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്ലാന്റാണ്. പിന്നെ ഇത് ട്രേ 2 മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു റാന്തൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ഡ്രോയറിൽ വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഇനി അടുത്ത ഡ്രോയറിലുള്ള സാധനങ്ങൾ കൂടെ നോക്കാം. അപ്പോൾ ഇതൊരു വേസിൻ്റെ സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. 2 വേസ് വരുന്നതാണ്. ഒരെണ്ണം ഇതുപോലെ പൊട്ടിപ്പോയി. അതിൻ്റെ പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ഒട്ടിച്ചിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതിൽ. പിന്നെ ഇത് ഞാൻ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ വെക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്നും വെക്കുന്നില്ല. ഇപ്പോൾ വെക്കാൻ പറ്റുന്നത് വെക്കാൻ, ബാക്കിയുള്ളത് ഇതുപോലെ എടുത്ത് വെക്കാം. അപ്പോൾ ഇത് പൊട്ടിപ്പോയ പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒട്ടിച്ച് തരാനായിട്ട് ഞാൻ ഇക്കാനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതും 200 and something ആ ഒരു പ്രൈസിലാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ, ഈ 2 വേസ്. പിന്നുള്ളത് ഇതുപോലെ 3 വരുന്നൊരു വേസിൻ്റെ സെറ്റാണ്. ഈ പ്ലാന്റ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതൊരു വലിയ ബണ്ടിലായിരുന്നു. ഞാൻ കട്ട് ചെയ്ത് ഓരോ വേസിലാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് 3 ഷേപ്പിലാണ് വരുന്നത്. അപ്പോൾ തുലിപ്പിൻ്റെ 2 ബാക്കിയുള്ള ഫ്ലവർ ഈ ഒരു ഡ്രോയറിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ഞാൻ ഐക്കിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കത് എടുത്ത് വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഞാൻ പാലക്കാട് ലുലു മോളിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, ഈ ഒരു ഫ്രെയിമും പോട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് സാധനങ്ങൾ. ഇതിൻ്റെ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് കൂടെ നോക്കാം. അപ്പോൾ ഈ 3 വേസ് ഞാൻ ഈ ഒരു 3 കമ്പാർട്ട്മെൻറ്റിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്ലാന്റും ഞാൻ പേസ്റ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഡൈനിങ് ഹാളിലുള്ള ഒരു വോളാണ്. അവിടെയാണ് ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഡെക്കോർ പീസ് വെച്ചിട്ടുള്ളത്. ഈ പ്ലാന്റും ഐക്കിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതും ഡൈനിങ് ഹാളിൽ തന്നെയുള്ള വേറൊരു വോളാണ്. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു മിറർ ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അത് എടുത്ത് വെക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇനിയുള്ളത് ഈ ഒരു 3 ബാസ്ക്കറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെക്കാനായിട്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ കിച്ചണിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഹൈറ്റ് കൂടിയ ഈ ഒരു ബാസ്ക്കറ്റിലും ഇതുപോലെ ഹാങ്ങിങ് പ്ലാന്റാണ് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ വാഷ് ബേസിൻ്റെ മുകളിലായിട്ട് ഈ ഒരു റാക്കിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബാഗ് ഞാൻ ക്രോക്കറി ഷെൽഫിൻ്റെ മുകളിലായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഒറിജിനൽ പ്ലാന്റ്സിനേക്കാളും എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസി ആയിട്ട് തോന്നുന്നത് ഇതാണ്. ഈ ഒരു വേസ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് സ്പാച്ചുല ഹോൾഡറായിട്ടും ഉപയോഗിക്കാം കേട്ടോ. ഇത് ഞാൻ ഡൈനിങ് ടേബിളിലാണ് സാധാരണ വെക്കാറ്. പിന്നെ ഈ ഒരു വൈറ്റ് ഫ്ലവർ ഞാനിത് കിച്ചണിലാണ് വെക്കുന്നത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ഓർഗനൈസറാണ്. ഇത് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിട്ടാണ് എപ്പോഴും വെക്കാറ്. ഈ കട്ട്ലറി ഹോൾഡർ ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്.
ഈ സ്പൂണും ഫോർക്കിൻ്റെയും സെറ്റ് മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സൊക്കെ അവിടെ ഇവിടെയായിട്ട് നമ്മൾ വെക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിലായിട്ടും പിന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കിച്ചണിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് 2-3 പ്ലാന്റ്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വേസും വൈറ്റ് ഫ്ലവർ വരുന്നതും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ ഇതുപോലെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ കുത്തിക്കയറ്റി ആകെ ഒരു കൺജസ്റ്റഡ് ഫീൽ ആക്കുന്നില്ല. ഇപ്പോൾ വെച്ചിട്ടുള്ള ഐറ്റംസൊക്കെ ബോറടിക്കുന്ന സമയത്ത് മാറ്റി വെക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം വെച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സമാധാനം, ഒരു റിഫ്രഷ്മെൻ്റൊക്കെ തോന്നാറുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് എല്ലാ ഫ്രെയിമിലും കുറച്ച് പച്ചയൊക്കെ കാണുന്നത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കണ്ട് കുറച്ച് കാലം ബോറടിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ വേറെ മാറ്റാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.